കഴിക്കാതിരുന്ന് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരെ നമുക്കിടയിൽ കാണാൻ സാധിക്കും. വണ്ണം തീരെ കുറവാണെങ്കിൽ കൂടിയും അഥവാ വണ്ണം വെച്ചു പോകുമോ എന്നതും ആളുകൾക്കിടയിലെ ആശങ്കയ്ക്ക് പ്രധാന കാരണമാകുന്നു. ഇതിനായി മനഃപൂർവ്വം ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുന്നതിനെയാണ് അനറോക്സിയ നെർവോസ എന്ന് പറയുന്നത്. ഇതിന്റെ നേർവിപരീതമായ ഈറ്റിംഗ് ഡിസോർഡറായ ബുളിമിയ നെർവോസയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ചർച്ചാ വിഷയമാകുന്നത്. സാധാരണ ഭക്ഷണം കഴിക്കുന്നത് കുറയുമ്പോഴാണ് മനുഷ്യർക്കിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാണ് കൃത്യസമയത്ത് ആഹാരം കഴിക്കുക എന്നത്. എത്ര നല്ല ഭക്ഷണമാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. പിന്നെ അത് തിന്നു തീർക്കാൻ മെനക്കെടുന്നവർ കുറവായിരിക്കും. എന്നാൽ ഒരിക്കലും മടുക്കാതെ ആഹാരം എത്ര വേണമെങ്കിലും എത്ര സമയം എടുത്തു വേണമെങ്കിലും കഴിക്കാൻ സാധിച്ചാലോ, ഹോ അപാരം തന്നെ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇത്തരത്തിൽ മണിക്കൂറുകളോളം അസാധാരണമാം വിധം ആഹാരം കഴിക്കുന്ന ഈറ്റിംഗ് ഡിസോർഡറിനെയാണ് ബുളിമിയ നെർവോസ എന്ന് പറയുന്നത്. ഇതുള്ളവർക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരുവിധ നിയന്ത്രണവും ഉണ്ടാകില്ല. അവരിൽ ഉണ്ടാകുന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഹാരം കഴിക്കുന്നതിന്റെ കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും ഉണ്ടാകാതെ ഇരിക്കുന്നത്. എന്നാൽ ഇവരും ശരീരഭാരം വർദ്ധിക്കുന്നതിൽ ആശങ്കാകുലരായിരിക്കും. ഇതിന്റെ ഭാഗമെന്നോളം അമിതമായി ഭക്ഷണം കഴിച്ചതിനു ശേഷം മനഃപൂർവ്വം ഛർദ്ദിക്കുകയോ അമിതമായി വ്യായാമം ചെയ്യുകയോ ചെയ്യുന്നു. അമിതമായി ആഹാരം കഴിച്ചതോർത്ത് ടെൻഷൻ അടിച്ച് മാനസിക സമ്മർദ്ദത്തിലാകുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അമിതഭാരം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് ഇതിന്റെ നേർവിപരീതമായും സംഭവിക്കാം. അമിതമായി ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തെയും ദോഷകരമായി ബാധിക്കും. ഭക്ഷണ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അലട്ടുന്ന ചിന്തകൾ തലച്ചോറിനെ ബാധിക്കുന്നത് കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതിലേക്ക് വഴിവെക്കുന്നു. ഇത് ഉത്കണ്ഠ, വിഷാദം, ബാക്കിയുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇത്തരത്തിലുള്ള ചിന്തകൾ വന്നാൽ ഉടൻ തന്നെ ആരോഗ്യ വിദഗ്ധനെ കാണുന്നതാവും ഉചിതം.